പൊണ്ടാട്ടിയോടെ அந்த பொண்ணை தான் தேடிக்கிட்டு இருக்கேன். എങ്ങനെയുണ്ട്? ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും. മറ്റേ മിഥുനത്തിൽ പായൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ച് അത് നടന്നില്ല. ഇപ്പം ചെയ്യാൻ പിന്നെ മഴയൊക്കെ പെയ്തില്ല. ഈ ലോകത്തിൽ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത് ആദ്യത്തേതും അവസാനത്തേതും. നിനക്കൊന്ന് വരാനൊരു മടി. ഇപ്പോഴത്തെ കാരണന്മാരൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനത്തെ ഒരു ഇൻറ്റിമേറ്റ് വെഡിങ് കാര്യങ്ങളൊക്കെ. അല്ലാതെ വെറുതെ കുറേ ബാധ്യതയും കാര്യങ്ങളൊക്കെ വരുന്ന പിള്ളേരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അതിൽ അർത്ഥമില്ലല്ലോ. ഞാനിങ്ങനത്തെ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഫുൾ എതിർപ്പ്. പക്ഷേ ഒരു കല്യാണം നടത്തിയ ആൾക്കാരുടെ അടുത്ത് ഫുൾ സപ്പോർട്ട്. അഖിലേട്ടനും അഞ്ജലിയും പണ്ട് മുതലേ ഫ്രണ്ട്സാണ്. 8ാം ക്ലാസ് മുതലേ അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അത് മുതലേ അറിയാം. അത് രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ്. ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര അടിപൊളിയാണ് രണ്ടുപേരും. മനസ്സ് പറഞ്ഞതിന് മുമ്പ് പോയി കല്യാണം കഴിക്കാം. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. മുന്നായി തീരത്ത് മൂവന്തി നേരത്ത് തീരത്തിനോരത്ത് നാം എത്തുമ്പോൾ മരത്തെ വണ്ട് നീ താഴത്തെ ഞണ്ട് ഞാൻ പറഞ്ഞ സർവോപരി സൽസ്വഭാവിയും നല്ലൊരു കണ്ടു ഞാൻ മന്ദാരം പോലൊരു മന്ദഹാസം. അറിയുന്ന അത്ര അടുത്തുള്ള ആരാധന ഒരാളെ കൂട്ടുക കല്യാണം കഴിക്കാൻ വരും. ഭയങ്കര കംഫർട്ടായിരുന്നു. അതെ അതെ എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റി. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും അടിച്ചു പൊളിച്ച് ജീവിക്കുക.